സോയ ചങ്ക് കറി. ഇതെൻ്റെ ചാനൽ ടേസ്റ്റ് മേക്കർ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോയ ചങ്ക് കറി ഉണ്ടാക്കാൻ ഞാൻ 1 കപ്പ് സോയാണ് എടുത്തത്. നിങ്ങൾക്ക് ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് അത് കൂടുതലെടുക്കാം. അത് നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ സോയ ചങ്കിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇത് നന്നായി വെന്ത് വന്ന ശേഷം നമുക്ക് ഇത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെള്ളം ഒഴിവാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്യുക. പിന്നെ ചെറിയുള്ളി. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും ചേർക്കാം. അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് വഴറ്റി നന്നായി വേവിപ്പിക്കുക. അത് വെന്ത് വന്നാൽ നമുക്ക് മുറിച്ച് വെച്ച ഉള്ളി ഇടാം. മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇടാം. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇതൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടി ഇടാം. മസാലയായിട്ട് ഉപയോഗിച്ചത് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല. ഇവ നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് വേവിപ്പിച്ചെടുത്ത സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. സോയ ഒന്ന് ആ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സോയയിൽ മസാല പിടിക്കുന്നത് വരെ ഒന്ന് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലോ ഫ്ലെയിമിൽ വേവിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ ചങ്ക് കറി റെഡിയായി. ഇത് നമുക്ക് ദോശയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാം. എനിക്ക് ചോറിൻ്റെ കൂടിയും കഴിക്കാം. സോയ കറി. ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പിലയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. മെസ്സേജ് അല്ല, കമൻറ്റ്. അങ്ങനെ ഞാൻ ഇത് എൻ്റെ ദോശയുടെ കൂടിയാണ് കഴിച്ചത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ഒന്ന് വൈറലാക്കുക.